യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൂസനിങ് എക്സസൈസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറേ നാളുകളുടെ ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ യോഗ ചെയ്യാൻ ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ സൂര്യനമസ്കാരവും മറ്റ് ആസനങ്ങളും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ജോയിൻസിനെയും മസിൽസിനെയും ഒന്ന് ലൂസൻ ചെയ്യാനായിട്ടും മറ്റ് പരിക്കുകളൊന്നും വരാതിരിക്കാനായിട്ടും സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് ലൂസനിങ് എക്സസൈസുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ശീതളീകരണ വ്യായാമമെന്നോ അല്ലെങ്കിൽ വാമപ്പ് എക്സസൈസുകളെന്നോ എന്നെല്ലാം ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇനി യോഗ ചെയ്യുന്നവർ മാത്രമല്ല, മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കും ഈ ഒരു ലൂസനിങ് എക്സസൈസുകൾ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നമ്മൾ മറ്റ് സൂര്യനമസ്കാരവും ആസനാസ് എല്ലാം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതോടുകൂടി ആരംഭിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൈകളും കാലും അടുപ്പിച്ച് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക. കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ, അരക്കെട്ടിൻ്റെ വശങ്ങളിലായിട്ട് വെക്കാം. ആദ്യമായിട്ട് നെക്ക് മൂവ്മെൻറ്റ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലോട്ട് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിനടുത്തേക്ക്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ശ്വാസം എടുത്ത് മുകളിലേക്ക്, വിട്ടുകൊണ്ട് താഴേക്ക്. അടുത്തതായി ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. വശങ്ങളിലോട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുക്കുക, വിട്ടുകൊണ്ട് തല വലതുവശത്തോട്ട് തിരിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം, വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. നമ്മൾ പുറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ നോക്കുന്ന രീതിയിൽ തല വലതുവശത്തോട്ട് പുറകിലേക്ക് തിരിക്കേണ്ട. ശ്വാസം എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. റിപ്പീറ്റ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്ററിലേക്ക്, വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്ററിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്. ഈ ഓരോ പ്രാക്ടീസും 5 മുതൽ 10 കൗണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് സമയമനുസരിച്ച്. അടുത്തതായിട്ട് സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുക്കുക, വിട്ടുകൊണ്ട് വലത് ചെവി വലത് ഷോൾഡറിനടുത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം, വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് ഷോൾഡറിനടുത്തേക്ക്. ഇൻഹേൽ സെൻറ്റർ, എക്സേൽ റൈറ്റ്. ഷോൾഡർ ഉയർത്താൻ പാടില്ല. തല എന്തോരമാണോ താഴേക്ക് എത്തുന്നത് ആ രീതിയിൽ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. റിപ്പീറ്റ് ചെയ്യുക. 3, 4, 5, 6, 7 and 8. ഓക്കെ, അടുത്തതായിട്ട് റൊട്ടേഷൻ ചെയ്യാം. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തുകൂടി പുറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തുകൂടി മുന്നിലേക്ക്. ആൻറ്റി ക്ലോക്ക് വൈസ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തുകൂടി പുറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തുകൂടി മുന്നിലേക്ക്. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് പുറകിലേക്ക്, എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തുകൂടി പുറകിലോട്ട്, വിട്ടുകൊണ്ട് വശങ്ങളിലൂടെ മുന്നിലേക്ക്. ഒരു തവണ കൂടി. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലോട്ട്, വിട്ടുകൊണ്ട് എതിർവശത്തുകൂടി മുന്നിലേക്ക്. ഓക്കെ, അടുത്തതായിട്ട് കൈവിരലുകളുടെ ചലനം. കൈകൾ മുന്നിലോട്ട് നീട്ടി വെക്കുക, കൈവിരൽ മടക്കി നിവർത്തുക. 1, 2, 3, 4 and 5. അടുത്തതായി കൈപ്പത്തി മുന്നിലേക്കും പിന്നിലേക്കും. 1, 2, 3, 4, 5. റിസ്റ്റ് റൊട്ടേഷൻ. കൈകൾ മുഷ്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യുക. 3, 4, 5. എതിർവശത്തേക്ക്. 1, 2, 3, 4 and 5. ഇനി കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കട്ടെ. കൈമുട്ടുകൾ മടക്കി നിവർത്താം. 1, 2, 3, 4 and 5. ഓക്കെ, അടുത്തതായിട്ട് ഷോൾഡർ റൊട്ടേഷനാണ്. കൈവിരലുകൾ ഷോൾഡറിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. കൈമുട്ടുകൊണ്ട് വൃത്തം വരക്കുന്ന രീതിയിൽ കൈമുട്ട് മുന്നിലോട്ട് കൊണ്ടുവരാം. മുകളിലേക്ക് ഉയർത്താം, പിറകിലൂടെ താഴേക്ക്. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക്, എക്സേൽ ചെയ്തുകൊണ്ട് പിന്നിലൂടെ താഴേക്ക്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ശ്വാസം എടുത്ത് മുകളിലോട്ട്, വിട്ടുകൊണ്ട് താഴേക്ക്. ഇനി പിന്നിലൂടെ മുന്നിലേക്ക്. ശ്വാസമെടുത്ത് പിറകിലൂടെ മുകളിലേക്ക്, വിട്ടുകൊണ്ട് മുന്നിലൂടെ താഴേക്ക്. റിപ്പീറ്റ് ചെയ്യാം. 2, 3, 4 and 5. അടുത്തതായിട്ട് നമ്മൾ ട്രങ്ക് ട്വിസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കാലുകൾ ഒരു മീറ്ററോളം അകത്തി വെക്കാം. കൈകൾ രണ്ടും മുന്നിലായിട്ട് കൈമുട്ട് മടക്കി വെച്ചിട്ടുണ്ട്.
കൈവിരലുകൾ കൂട്ടിയിരിക്കുന്നുണ്ട്. വലത് കൈ വലതുവശത്തുകൂടി പിറകിലേക്ക് കൊണ്ടുപോവുക. അതേ സമയത്ത് നമ്മുടെ ദൃഷ്ടി വലത് കൈവിരലിലോട്ട് നോക്കുക. ഉപ്പൂറ്റി ഉയർത്തി കൊടുക്കാൻ പാടില്ല, ഉപ്പൂറ്റി താഴെ പതിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി വലത് കൈ മുന്നിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇടത് കൈ പിന്നിലേക്ക് കൊണ്ടുപോവുക. നമുക്ക് ലൂസനിങ് ആയിട്ട് ചെയ്യാം. നോർമൽ ബ്രീത്തിങ്ങിൽ 1 2 3 4 5 6 7 8. ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, കാലിൻ്റെ ഉപ്പൂറ്റി ഉയർന്നു പോകാൻ പാടില്ല. വശങ്ങളിലാണ് നമുക്ക് ആ ഒരു ട്വിസ്റ്റിങ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ കാൽമുട്ട് മടങ്ങാനും പാടില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഹിപ്പ് റൊട്ടേഷൻ, അരക്കെട്ടിൻ്റെ വൃത്തചലനം ചെയ്യാം. കാലുകൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 feet ഡിസ്റ്റൻസിൽ ഒരു കാൽപാദത്തിൻ്റെ അകലത്തിൽ കാലുകൾ അകത്തി വെക്കാം, അല്ലെങ്കിൽ അടുപ്പിച്ച് വെക്കുക. കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്, അരക്കെട്ടിൻ്റെ വശങ്ങളിലായിട്ട്. മുന്നിലോട്ടൊന്ന് ഹിപ്പിനെ പുഷ് ചെയ്ത് കൊടുക്കുക. വലതുവശത്തോട്ട്, പിന്നിലേക്ക്, എതിർവശത്തേക്ക്. റിപ്പീറ്റ് ചെയ്യാം. 1 നോർമൽ ബ്രീത്തിങ്ങിൽ ചെയ്തോളൂ. 2 3 4 and 5. എതിർവശത്തേക്ക് 1 2 3 4 and 5. ഓക്കെ, അടുത്തതായിട്ട് കാൽമുട്ടിൻ്റെ വൃത്തചലനം ചെയ്യാം. കാൽമുട്ടുകളൊന്ന് മടക്കി വെക്കുക. കൈപ്പത്തി കാൽമുട്ടിന് മുകളിൽ വെക്കുക. ദൃഷ്ടി മുന്നിലോട്ട് നോക്കുക. ദെൻ 1 2 3 4 5. എതിർവശത്തേക്ക് 1 2 3 4 and 5. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽവിരലിൻ്റെ ചലനം ചെയ്യാം. അതിനായിട്ട് വലത് കാല് ഉയർത്തുക. നിന്നുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇരുന്നുകൊണ്ട്, കസേരയിൽ ഇരുന്നുകൊണ്ട് കാല് മുന്നിലോട്ട് നീട്ടി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനി കൈ കൊണ്ട് സപ്പോർട്ട് എവിടെയെങ്കിലും കൈ കൊണ്ട് പിടിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാല് ഉയർത്തി കാൽവിരൽ മടക്കി നിവർത്തുക. 1 2 3 4 and 5. കാൽപാദം മുന്നിലേക്കും പിന്നിലേക്കും. 2 3 4 and 5. ഇനി ആംഗിൾ റൊട്ടേഷൻ. 2 3 4 5. എതിർവശം 1 2 3 4 and 5. ഇടത് കാല് ഇതുപോലെ തന്നെ ഇടത് കാല് ഉയർത്തി കാൽവിരൽ മടക്കി നിവർത്താം. 1 2 3 4 and 5. കാൽപാദം മുന്നിലേക്കും പിന്നിലേക്കും. 2 3 4 and 5. റൊട്ടേഷൻ 1 2 3 4 5. എതിർവശം 1 2 3 4 and 5. റിലീസ് ചെയ്യാം. ഇത്രയുമാണ് ലൂസനിങ് എക്സസൈസുകളിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് 2 എണ്ണവും കൂടി പരിചയപ്പെടാം. നമ്മൾ സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ലൊരു വാമപ്പ് എഫക്റ്റ് കിട്ടാനായിട്ടും സഹായിക്കുന്ന 2 എണ്ണം കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാലുകൾ അകത്തി വെക്കുക. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. അപ്പോ ബാക്ക് കൊണ്ട് അല്ലെങ്കിൽ പതിയെ ഒന്ന് പിന്നിലോട്ട് ബെൻഡ് ചെയ്യുക. എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലോട്ട് കുനിഞ്ഞു വരാം. ഇത് റിപ്പീറ്റ് ചെയ്യണം ലൂസനിങ് എക്സസൈസ് പോലെ. 1 inhale, exhale down, inhale up, exhale down, inhale up, exhale down. 4 5 6 7 and 8. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സൈഡ് ബെൻഡിങ് ചെയ്യാം. കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചിട്ടുണ്ട്. കാലുകൾ അകന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ശ്വാസം വിടുമ്പോൾ വലത് കൈ വലത് കാലിൻ്റെ വശങ്ങളിലേക്ക്, ശ്വാസം എടുത്ത് നേരെ വിട്ടുകൊണ്ട് ഇടത് കൈ ഇടത് കാലിൻ്റെ വശങ്ങളിലേക്ക്. ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന സ്പീഡിൽ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. ലൂസനിങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നോർമൽ ബ്രീത്തിങ്ങിൽ ചെയ്തു പോകാവുന്നതാണ്. 1 2 3 4 5 6 7 8 9 and 10. നേരെ വരാം. കാലുകൾ അടുപ്പിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ലൂസനിങ് എക്സസൈസാണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ യോഗ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഇനി ഫിസിക്കൽ എക്സസൈസ് എന്ത് തന്നെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജോയിൻസിനും മസിൽസിനും ഒക്കെ നല്ല രീതിയിൽ ഒരു ലൂസനിങ് കൊടുക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ്.
ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് സൂര്യനമസ്കാരവും ആസനങ്ങളും എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ചാനലിൽ ഫോളോ അലോങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ളതാണ്. 15 മിനിറ്റ് 30 മിനിറ്റ് ഇതെല്ലാം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലൂസനിങ് എക്സസൈസുകളോട് കൂടി നിങ്ങൾക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതുപോലുള്ള യോഗ റിലേറ്റഡ് വീഡിയോസായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.